ഓവർ തിങ്കിങ് എന്ന പ്രശ്നത്തിലാണോ നിങ്ങൾ? സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഓവർ തിങ്കിങ്ങിനെ വെല്ലാൻ സഹായിക്കുന്ന ഒരു ബുക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രീ മോഡേൺ ജാപ്പനീസ് വാരിയേഴ്സ്. ഇവർ സാമുറായി എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇവർ വളരെയധികം പ്രശസ്തരും ഫിയേഴ്സും വലിയ നിലയും വിലയുമുള്ളവരായിരുന്നു. ഇതിനുള്ള കാരണം അവർ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എന്നതാണ്. സാമുറായിസ് വളരെയധികം ഡിസിപ്ലിൻഡും സ്മാർട്ടുമായിരുന്നു. ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, പോരാടുന്ന സമയത്ത് മനസ്സ് ശാന്തമായിരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്, അഥവാ ഓവർ തിങ്കിങ് ചെയ്യാൻ പാടുള്ളതല്ല എന്നത്. ഈ ഒരു കാരണത്താൽ സാമുറായി സെൻ ബുദ്ധിസത്തിൽ നിന്ന് മുഷിൻ എന്നൊരു കോൺസെപ്റ്റ് പഠിക്കാൻ തുടങ്ങി. മുഷിൻ എന്നാൽ ബേസിക്കലി നോ മൈൻഡ് എംപ്റ്റി സ്റ്റേറ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റിൽ മനുഷ്യൻ തങ്ങളുടെ എല്ലാവിധ ഇമോഷൻസിൽ നിന്നും ഡിസ്ട്രാക്ഷനിൽ നിന്നും മാറി നിൽക്കുന്നു. എവിടെയാണ് ഒരു മനുഷ്യൻ ഇൻസ്റ്റിങ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹെസിറ്റേഷൻ ഓർ ഓവർ തിങ്കിങ് ഇല്ലാതെ ഡിസിഷൻസ് എടുക്കുന്നത്? അങ്ങനെ ഇത് സാമുറായിമാർക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുകയും അവർ പഠിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ കൂടിയാണ് സാമുറായിസ് വളരെയധികം പ്രശസ്തരായത്. ഈ ഒരു കാലഘട്ടത്തിൽ മുഷിൻ എന്ന കോൺസെപ്റ്റ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളിൽ പലരും ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഓവർ തിങ്കിങ് എന്ന പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നവരാണ്. മുഷിൻ എന്ന പേര് 6 പാഠങ്ങൾ അടങ്ങിയ ഒരു അക്രോണൈമാണ്. ഈ ആക്രോണൈമിൽ ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 6 കോൺസെപ്റ്റ്സ് ആണ് മറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായി വരുന്ന കോൺസെപ്റ്റാണ് മൊമെന്റം. ഈ പുസ്തകത്തിന്റെ രചയിതാവ് പറയുന്ന കാര്യമാണ്, തോട്ട്, തിങ്കിങ് തുടങ്ങിയവയിൽ മറ്റുള്ളവർക്ക് വലിയ വ്യത്യാസം തോന്നിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നത്. തിങ്കിങ്ങിൽ ഫിസിക്സിൽ പഠിക്കുന്നത് പോലെ ഒരു മൊമെന്റവും കൂടിയാണ് ഉണ്ടാവുക. ഈ ഒരു മൊമെന്റം നല്ലതുമാകാം, ചീത്തയുമാകാം. ഉദാഹരണത്തിന്, രാവിലെ എണീറ്റ് വ്യായാമം ചെയ്യണം, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുവാനായി പ്രയത്നിക്കണം എന്നൊക്കെ ചിന്തിക്കുകയും പക്ഷേ ആ സമയം മുഴുവൻ റീൽ കണ്ട് നഷ്ടമാവുകയും ചെയ്യുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. നെഗറ്റീവ് മൊമെന്റത്തിനോട് കൂടിയായിരിക്കും എന്ന് സാരം. ഇനി ഇതിൻ്റെ മറുവശത്ത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാര്യം ചെയ്യാൻ മനസ്സില്ലാതിരുന്നിട്ടും ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ചെറുതായിട്ടെങ്കിലും ആ കാര്യം ചെയ്യാൻ ശ്രമിക്കാം എന്നൊരു തോന്നൽ. ഒടുവിൽ നല്ല രീതിയിൽ ആ കാര്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് പവർ ഓഫ് മൊമെന്റം എന്ന് വിളിക്കുന്നത്. മൊമെന്റത്തിനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റുന്നതിൽ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആണുള്ളത്. പക്ഷെ കൂടുതലായും നമ്മൾ ഇവയുടെ നെഗറ്റീവ്സിനെയാണ് ഉപയോഗിക്കാറുള്ളത്, എസ്പെഷ്യലി ഇൻ തിങ്കിങ്. അതുകൊണ്ട് തന്നെ തിങ്കിങ്ങിനേക്കാൾ തോട്ട്സിൽ ജീവിക്കുന്നതാണ് ബെറ്റർ. മുഷിനിലെ സെക്കൻഡ് ലെറ്ററായ യു അൺബേസ്ഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു പാർട്ടി എൻജോയ് ചെയ്യുകയാണെന്ന് കരുതുക. പെട്ടെന്ന് ബാങ്കിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്കാം സംഭവിച്ചു എന്നൊരു കോൾ വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി വളരെയധികം ഡള്ളായി അനുഭവപ്പെടുകയും അങ്ങനെ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചുള്ള തിങ്കിങ്ങിലേക്ക് കടക്കുകയും ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ഇപ്പോഴും പാർട്ടി അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് എന്നത്. പക്ഷെ നിങ്ങളുടെ ലോകമായിരിക്കും പൂർണ്ണമായും മാറിയിട്ടുണ്ടാവുക. ഇതിനെല്ലാമുള്ള കാരണം നിങ്ങൾ തോട്ടിൽ നിന്ന് തിങ്കിങ്ങിലേക്ക് കടക്കുന്നതാണ്. ബുദ്ധിസത്തിലെ ഒരു ചൊല്ലാണ്, എപ്പോഴെല്ലാം ആണോ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്, അത് 2 ഷാർപ്പ് ആരോസിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കുന്ന ഒന്നാമത്തെ ആരോ ആണ് ഫിസിക്കൽ ഇവന്റ്, രണ്ടാമത്തേതാണ് ഇമോഷണൽ ഇവന്റ്. ഈ സെക്കൻഡ് ആരോ ആണ് ഒന്നാമത്തേക്കാൾ നമുക്ക് കൂടുതൽ വേദന നൽകുന്നതും ഒത്തിരി കാലം നിലനിൽക്കുന്നതും. എന്നാൽ നമുക്കെടുക്കുന്ന രണ്ടാമത്തെ ആരോ നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് ഇതിൻ്റെ മേന്മയും. പറഞ്ഞു വന്ന കാര്യം എന്തെന്നാൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓർത്ത് തിങ്കിങ് മോഡിലേക്ക് പോകേണ്ട കാര്യമില്ല. സമാധാനമായിട്ടും കാര്യങ്ങളെ നേരിടാൻ സാധിക്കുന്നതാണ്. എഴുത്തുകാരൻ പറയുന്നത്, ചിന്തിക്കുന്നതിലൂടെ മാത്രം എന്തായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ വെറുതെ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതായത് കാര്യങ്ങൾക്ക് അമിതമായ പോസിറ്റിവിറ്റിയോ നെഗറ്റിവിറ്റിയോ നൽകാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അടുത്തതായി നമുക്ക് എസിൻ്റെ ഫുൾ ഫോം മനസ്സിലാക്കാം. എസ് സ്റ്റിൽനെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു കാട്ടിലൂടെ നടക്കുകയാണെന്ന് കരുതുക. പെട്ടെന്ന് പൂഴിമണലിൽ പെട്ടുപോയി. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഭൂരിഭാഗം ആളുകളും പേടി കാരണവും രക്ഷപ്പെടാനുള്ള ആവേശം കൊണ്ടും നിർത്താതെ കൈയും കാലും ഒക്കെ അനക്കി എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. എന്നാൽ ബിയർ ഗ്രിൽസിന്റെ പരിപാടി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം റെസ്റ്റ്ലെസ് ആയി പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം ചെടിയിലേക്ക് താഴ്ന്നു പോകും എന്നത്. സ്റ്റില്ലായി നിന്ന് വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കൂ. ഇവിടെയാണ് സമാധാനമായി കാര്യങ്ങൾ നേരിടുന്ന തൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. എഴുത്തുകാരൻ പറയുന്ന കാര്യമാണ്, ജീവിതത്തിൽ സഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് പോസിറ്റീവായി ചിന്തിക്കുക എന്നത് നടക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്റ്റിൽനെസ് എന്ന കോൺസെപ്റ്റ്, അതായത് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാതിരിക്കുക എന്ന കാര്യം മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നത്. ഇനി നമുക്ക് മുഷിനിലെ എച്ചിലേക്ക് വരാം. എച്ചിൻ്റെ ഫുൾ ഫോം ഹാർമണി വിത്ത് ഹാപ്പിനെസ് ആണ്.
ഏതുതരം ബന്ധത്തിലാണെങ്കിലും ഉണ്ടാകേണ്ടത് സത്യസന്ധമായ സ്നേഹം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ്. സ്നേഹിക്കുവാൻ പ്രത്യേകിച്ച് കാരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രധാനമായും വേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഒരാളെ സ്നേഹിക്കുവാനുള്ള കാരണമായി എടുത്താൽ ചിലപ്പോൾ അതില്ലാതെ വരുമ്പോൾ ആ സ്നേഹം നഷ്ടമായേക്കാം. എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാത്ത സ്നേഹത്തിന് അനന്തമായ ആയുസ്സുമുണ്ടാകും. ജീവിതത്തിലും ഇതുതന്നെയാണ് വേണ്ടത്. എന്തെങ്കിലും ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷമുണ്ടാകൂ എന്നുള്ള ചിന്ത മാറ്റിവെച്ച് അതിന് ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കാൻ പഠിക്കുക. കാരണം കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിന് സ്ഥിരതയില്ലാത്തിടത്തോളം കാലം ജീവിതത്തിലെ സ്നേഹത്തിന് സ്ഥിരത ഉണ്ടാകണമെന്നില്ല. ഐ ഫോർ ഇൻസ്പിറേഷൻ. എഴുത്തുകാരൻ പറയുന്ന കാര്യം എന്തെന്നാൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അതാകരുത് എന്നാണ്. നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതിലൂടെയാണ് സന്തോഷമുണ്ടാകേണ്ടത്. ലക്ഷ്യങ്ങൾ 2 തരത്തിലുണ്ടാകാം: ഇൻസ്പിറേഷണൽ ഗോൾസ്, ഡെസ്പിറേഷണൽ ഗോൾസ്. ഇതിൽ രണ്ടാമത്തേതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നശിപ്പിച്ചു കളയാൻ കഴിവുള്ളത്. മറ്റൊരാൾ അത് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എനിക്കും ചെയ്തു നോക്കണം എന്ന ചിന്താഗതിയിലൂടെ ഉണ്ടാകുന്നതാണ് ഇത്തരം ലക്ഷ്യങ്ങൾ. അത് നേടിയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്നില്ല. എന്നാൽ നിങ്ങൾ സ്വന്തം നേട്ടത്തിനായി, സ്വന്തം സന്തോഷത്തിനായി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നേടുന്ന ലക്ഷ്യങ്ങളാണ് ഇൻസ്പിറേഷണൽ ഗോൾസ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. ആൻഡ് ഫോർ നെവർ എൻഡിങ് ഇമോഷൻസ്. എഴുത്തുകാരൻ പറയുന്ന കാര്യമാണ് മനുഷ്യൻ വികാരങ്ങൾ ഒരു പെൻഡുലം പോലെയാണ് എന്നത്. അതിൻ്റെ 2 അറ്റങ്ങളിലും 2 തരത്തിലുള്ള വികാരങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരറ്റത്തേക്ക് എത്തുമ്പോൾ സന്തോഷം ലഭിക്കുകയാണെങ്കിൽ മറ്റേ അറ്റത്ത് ദുഃഖം നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. ഈയൊരു വീഡിയോ കണ്ടതിലൂടെ ഇനി മേലിൽ നിങ്ങൾ അമിതമായി ചിന്തിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ പോലും നിങ്ങളെക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇമോഷൻസ് 2 എക്സ്ട്രീമിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിനിടയ്ക്കുള്ള ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അമിതമായ ആശങ്കകൾ കുറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു.